എജുപോർട്ടേഴ്സ് മിസ് ഇന്ന് വന്നേക്കുന്ന നിങ്ങളോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മിസ്സിന് മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. യെസ്, അവന്യ മിസ് ആണ്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം അറിയണം, നിങ്ങൾ അറിയേണ്ട കാര്യം തന്നെയാണ്. യെസ്, അപ്പം മിസ് പറഞ്ഞുതരാം. അതായത് ഇങ്ങനൊരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേച്ചിമാരോ ചേട്ടന്മാരോ ആരെങ്കിലും പറയുന്നതായിട്ട് ന്യൂസ് ഉണ്ടാവും. ന്യൂസ് ജസ്റ്റ് മിസ് ഒന്ന് വായിക്കാം. SSLC ഗണിത പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പിശക് അല്ലേ. അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, 18ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ സംഖ്യാശ്രേണി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷം കുട്ടികളും എഴുതിയ ആൻസർ ഇതാണ്, അതായത് 5, 9, 13. എന്നാൽ ഉത്തര സൂചികയിൽ സർക്കാർ പറയുന്നത് ആൻസർ 1, 5, 9 ആണ്. ഈ ഒരു 1, 5, 9 എഴുതിയവർക്ക് മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, അതെ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, മാർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കുറേ സബ് ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1 തെറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 2, 3, 4 ഒക്കെ തെറ്റും, മൊത്തത്തിൽ മാർക്ക് പോവും. A ഗ്രേഡ് A+ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കണം, മിസ് ഞങ്ങൾ പ്രൈമറി ക്ലാസ്സിലെ സ്റ്റുഡൻസ് അല്ലേ, എന്തിനാണ് മിസ് ഇത് ഞങ്ങളോട് പറയുന്നത് എന്നുള്ളത്. അതായത് നിങ്ങൾ അറിയേണ്ട കാര്യം, 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മക്കൾ മനസ്സിലാക്കണം, 10ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാമിൻ്റെ പരീക്ഷാ പേപ്പറിലെ ചോദ്യത്തിന്റെ ആൻസർ എവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് ആ ശ്രേണി, ഇതാ 1, 5, 5, 9 കണ്ടോ. ഇത് 5ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, അതായത് ഭൂരിപക്ഷം കുട്ടികളും എഴുതിച്ച് തെറ്റിയത് എന്താണ്, ആര് കാരണം സർക്കാർ കാരണമാണോ? അല്ലല്ല, എന്താണ് അവർ കറക്റ്റ് പഠിക്കായിട്ട് തന്നെയാണ് തെറ്റിയത് അല്ലേ, അതുകൊണ്ട് തന്നെയാണ് A+ പോകുന്നതും. അപ്പം ഇവിടെ നിങ്ങൾ കുഞ്ഞു കുട്ടികളാവുമ്പോൾ മുതലേ എന്തുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പം മിസ് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഭൂരിപക്ഷം കുട്ടികൾക്കും മാത്സിലാണ് എന്ത് ചെയ്യുക മാർക്ക് പോകുന്നത്, മാത്സ് ആണ് മാർക്ക് കുറവും അല്ലേ. ഇപ്പം നിൽക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. അതായത് നമ്മളെ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷൻ. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, എൻ്റെ മക്കൾ 10ാം ക്ലാസ്സിൽ A+ വാങ്ങേണ്ട മക്കളല്ലേ, ഫുൾ A+ എന്നുള്ളൊരു ഒരു തോട്ടൊക്കെ നിങ്ങൾക്കില്ലേ, ഒരു എയിമൊക്കെ നിങ്ങൾക്കില്ലേ. യെസ്, അപ്പം നിങ്ങൾ അറിയേണ്ട കാര്യം മാത്സ് ആണ് ഏറ്റവും വലിയ വില്ലൻ. മാത്സ് തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, അതൊരു വില്ലനായിട്ട് നിങ്ങളെ മുന്നിൽ നിൽക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ പ്രശ്നമൊക്കെ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മാത്സ് ബേസിക് കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ മെൻറ്റേഴ്സ് വിളിക്കും. നിങ്ങൾക്ക് അറിയാമായിരിക്കും എജുപോർട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമ്മൾ മെൻറ്റേഴ്സ് അല്ലേ. ഓരോ കുട്ടിക്ക് നിങ്ങൾ അമ്മയെ പോലെ, ചേച്ചിയെ പോലെ, ചേട്ടനെ പോലെ, ഫ്രണ്ടിനെ പോലെ ഒരു മെൻറ്റർ ഉണ്ടാകും. മെൻറ്ററെ വിളിച്ചിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, മക്കളെ ഫുഡ് കഴിച്ചോ, എന്താണ് അവസ്ഥ, വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു, എവിടെയുള്ളത് എന്നൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം മെൻറ്റർ ഒരു എക്സാം ഇടുന്നതായിരിക്കും. ഓക്കെ, മെൻറ്റർ നമ്മളെ ബേസിക് ആയിട്ടൊരു എക്സാം, പേടിക്കൊന്നും വേണ്ട, മാത്സിൻ്റെ ബേസിക് ആയിട്ടൊരു എക്സാം ഇടും. ഓക്കെ, ഇനി ആ എക്സാം ഇട്ടതിന് ശേഷം മെൻറ്റർ എന്ത് ചെയ്യും, ഒരു റിപ്പോർട്ട് തയ്യാറാക്കും നിങ്ങളെക്കുറിച്ച്. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാത്തത്, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, നിങ്ങൾ ഇനി എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, നിങ്ങൾക്ക് ഏതൊക്കെ ബേസിക് ആയിട്ടുള്ള ക്രിയകളാണ് അറിയാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മെൻറ്റർ ഒരു റിപ്പോർട്ട് നടത്തും. ഓക്കെ, ആ റിപ്പോർട്ട് നടത്തിയതിന് ശേഷം എന്തുണ്ടാകും, നിങ്ങൾക്ക് നമ്മളെ റെക്കോർഡഡ് ക്ലാസ് തരുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഓരോരുത്തരെയും റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും റെക്കോർഡ് ക്ലാസ്. അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പം ഇതായിരിക്കും പ്രശ്നം, ചിലപ്പോൾ ഒരാൾക്ക് എന്താണ് ആഡ് ചെയ്യാനായിരിക്കും, മറ്റൊരാൾക്ക് എന്താണ് ഇപ്പം മൾട്ടിപ്ലൈ ചെയ്യാനായിരിക്കും പ്രശ്നം. അപ്പോൾ ഓരോരുത്തരെയും മാനിച്ചുകൊണ്ട് ഓരോരുത്തർക്കും എന്തുണ്ടാകും, നമ്മൾ ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അത് ചെയ്യുന്നുണ്ടോ, അത് പഠിക്കുന്നുണ്ടോ, വർക്ക്ഷീറ്റ് തരും, ഹോംവർക്ക് തരും, ഒക്കെ തരും. നിങ്ങളെ പഠിപ്പിച്ചെടുക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വർക്ക് തരാം. ഓക്കെ, കൂടുതൽ വർക്ക് തരാം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു എക്സാം നടത്തും. ഓക്കെ, ആ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നടത്തിയ എക്സാമിൽ നിങ്ങൾക്ക് ഒന്നും അറിയാണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ബട്ട് നമ്മളെ ക്ലാസ്, നമ്മളെ വർക്ക്ഷീറ്റ്, നമ്മളെ ഹോംവർക്ക്, നമ്മളെ ഹെൽപ്പ്
ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു എക്സാമിന് എന്ത് കിട്ടും, നല്ല മാർക്ക് കിട്ടും. അങ്ങനെ നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് നമ്മൾ IQ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ട്, അത് തികച്ചും ഫ്രീ ആണ്. ഇനി ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് ചിലപ്പം ഏതെങ്കിലുമൊക്കെ തെറ്റിപ്പോയി, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, അപ്പോൾ ഏതെങ്കിലുമൊക്കെ തെറ്റിപ്പോയി, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്യും, ഞങ്ങൾ വീണ്ടും നിങ്ങളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സിലിരുത്തിക്കും. അതായത് യൂട്യൂബ് ലൈവുകളായിട്ട് നിങ്ങൾക്ക് വീണ്ടും, അതായത് മക്കളെ ഈ ഒരു മാസം കൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചെടുക്കും എന്നർത്ഥം. വീണ്ടും നിങ്ങളെ ലൈവ് ക്ലാസ്സിൽ ഇരുത്തിക്കും. ഓക്കെ, ഇത്രയും നിങ്ങളെ അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ് നമ്മളെ എജുപോർട്ടിൻ്റെ മാത്സ് ബേസിക് കോഴ്സ് എന്ന് പറഞ്ഞ ബാച്ച്. കണ്ടോ, ഹലീന മിസ് നിങ്ങൾക്ക് സെറ്റായി തരും. അതായത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, 8ാം ക്ലാസ് ആയിക്കോട്ടെ, 9ാം ക്ലാസ് ആയിക്കോട്ടെ, 10ാം ക്ലാസ് ആയിക്കോട്ടെ, ഏത് ക്ലാസ്സിൽ, വലിയ ഏത് ക്ലാസ്സിൽ, ഇപ്പോൾ 6ാം ക്ലാസ് ആയിക്കോട്ടെ, 7ാം ക്ലാസ് ആയിക്കോട്ടെ, 5ാം ക്ലാസ് ആയിക്കോട്ടെ, ഏത് ഇപ്പം ഇരിക്കുന്ന ക്ലാസ്സിലായാലും ഇനി പോകാൻ പോകുന്ന ക്ലാസ്സിലായാലും ഏത് ക്ലാസ്സിലായിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അവിടെ ബുദ്ധിമുട്ടും. ഇപ്പം തന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഏറ്റവും വലിയ പ്രശ്നം മിസ് പറഞ്ഞല്ലോ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, യെസ്, നിങ്ങൾക്കിതൊന്നും എന്താണ് പുല്ലി അല്ലേ, നിങ്ങൾക്കൊല്ല അടിപൊളിയായിട്ട് നമ്മൾ എജുപോർട്ടിനൊപ്പം പഠിച്ച് നിങ്ങൾക്ക് 100% പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ല, ഒരു റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പാടില്ല, നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി പറയാൻ വേണ്ടി പറ്റണം. എന്താണ്, ഇത് എൻ്റെ ഉത്തരം ശരിയാണ് അല്ലേ, ഞാൻ പഠിച്ചതാണ്, ഇതൊക്കെ നമ്മളെ ടെക്സ്റ്റിൽ തന്നെയാണ് അല്ലേ, ഞാൻ പഠിച്ചതാണ് എന്ന് കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റുന്ന തരത്തിലായിരിക്കും എന്ത്, യെസ്, നമ്മുടെ ബേസിക് ക്ലാസ് എന്ന് പറയുന്നത്. യെസ്, ഈ ഒരു ബേസിക് ക്ലാസ്സിന് വെറും 999 മാത്രമേ ഉള്ളൂ. ഇനി മിസ് ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മളെ സൂപ്പർ ബാച്ചിലർ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ എക്സാംസും അതുപോലെ ഈ ഒരു ക്ലാസ്സും ഒക്കെ എന്താണ് ഫ്രീ ആണ്. മനസ്സിലായോ? ഇനി സൂപ്പർ ബാച്ച് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് പർച്ചേസ് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ ബാച്ച് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മീൻസ് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ സൂപ്പർ ബാച്ച് ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ. എന്താണെന്ന് വെച്ചാൽ സൂപ്പർ ബാച്ചും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സും കിട്ടുന്നുണ്ട്. അതുപോലെ സൂപ്പർ ബാച്ചിലുള്ള സ്റ്റുഡൻസിനോടാണ് പറയുന്നത്, ഇനി എജുപോർട്ട് നിങ്ങളെ ക്ലാസ്സിൽ എന്ത് വലിയ, അതായത് എത്ര 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 ബാച്ചസ് ലോഞ്ച് ചെയ്താലും നിങ്ങൾക്ക് അതൊക്കെ ഫ്രീ ആയിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും പൈസ അടക്കേണ്ട ഒന്നും വരില്ല, നിങ്ങൾക്ക് അതൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പോൾ എൻ്റെ മക്കളോട് ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് അവിടെ ക്ലാസ്സും കിട്ടുന്നതായിരിക്കും, ഈ ഒരു ബാച്ച് ഫ്രീ ആയിട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറക്കാൻ പാടില്ല, ഈ ഒരു ഇഷ്യൂ ഇപ്പം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്തറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ടെൻഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒന്ന് ചോദിച്ചാൽ മതി എന്താണ് മാർക്ക് പോവോ ഇല്ലയോ എന്നുള്ളത് അല്ലേ. അപ്പം ഒന്നാമത് അത്രയും വലിയൊരു എക്സാമിന് മക്കളെ ഒരു 5 or 6 മാർക്കോ അങ്ങനെ തന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എങ്ങനെയാണ് ഒരു A ഗ്രേഡ് പിടിക്കുക അല്ലെങ്കിൽ A+ പിടിക്കുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ ഒരു പ്രശ്നം സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗതി വരാണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു പേടി നിങ്ങൾക്ക് പേടിക്കാണ്ടിരിക്കട്ടെ. അപ്പോൾ എന്താ മറക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ബേസിക്കിൻ്റെ കോഴ്സ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ കോഴ്സിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ മാത്സിൻ്റെ ടീച്ചേഴ്സോടായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ഫുൾ സപ്പോർട്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ മെൻറ്റർ വെച്ചിട്ട് വരെ നമ്മൾ സപ്പോർട്ട് തരികയാണ്. അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് തന്നെ പേടിക്കാനില്ല. നിങ്ങൾക്ക് മാത്സിൽ A+ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അഡ്മിഷൻ നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ലിങ്ക് താഴെ കാണുന്നുണ്ടോ, താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.